നമസ്കാരം. ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാരുടെ വിവാഹ വിശകലനമാണ്. ഇവിടെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയുടെ വിവാഹ സാധ്യതകളെയും പൊരുത്തങ്ങളെയും അനുബന്ധ ദോഷ പരിഹാരങ്ങളിലെയും സമഗ്രമായ വിശകലനം ചെയ്യുന്നുണ്ട്. ഭരണി നക്ഷത്രം രാശിചക്രത്തിലെ രണ്ടാമത്തെ സ്ഥാനീയമാണുള്ളത്. ഭരണി നക്ഷത്രത്തിന്റെ അധിപഗ്രഹം ശുക്രനാണ്. ശുക്രൻ ഭരിക്കുന്നതിനാൽ ഭരണി നക്ഷത്രക്കാർക്ക് സൗന്ദര്യം, അഭിനിവേശം, സുഖം എന്നിവയോട് സ്വാഭാവികമായ താല്പര്യമുണ്ടാകും. ഈ നക്ഷത്രത്തിന്റെ അതിദേവത യമനാണ്, അതായത് യമധർമ്മൻ. ഇത് പരിവർത്തനത്തിന്റെയും നീതിയുടെയും സ്വാധീനം നൽകുന്നു. ഇത് വൈവാഹിക ജീവിതത്തിൽ അഗാധമായ പ്രതിബദ്ധതയും മാറ്റങ്ങളോടുള്ള സന്നദ്ധതയും സൂചിപ്പിക്കുന്നു. ഭരണി നക്ഷത്രം പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നത് മേടൻ രാശിയിലാണ്. ഇത് കുജന്റെ സ്വാധീനം നൽകുന്നു. ഇരട്ട സ്വാധീനമാണിത്. ശുക്രന്റെ തീക്ഷ്ണതയും ചൊവ്വയുടെ ഊർജവും ഭരണി നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലതയും ചില സന്ദർഭങ്ങളിൽ ആക്രമണോത്സുകതയും നൽകാൻ സാധ്യതയുണ്ട്. പ്രധാന വർഗീകരണങ്ങളിൽ ഭരണി മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായ വർഗീകരണം ഇതിന്റെ യോനിയാണ്. ഗജയോനി, അതായത് ആന. ഗജയോനി ലൈംഗിക ബന്ധങ്ങളിലെ ശക്തമായ ഊർജ്ജസ്വലതയും ഉയർന്ന സംതൃപ്തി ആവശ്യകതയും സൂചിപ്പിക്കുന്നു. കൂടാതെ ഭരണി നക്ഷത്രം ഉഗ്ര ക്രൂര നക്ഷത്രങ്ങളുടെ വിഭാഗത്തിലാണ് വരുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഭരണി നക്ഷത്രത്തിന്റെ സ്വാധീനം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ വീടിന്റെ കാര്യങ്ങളിൽ ആധിപത്യം പുലർത്തുന്നവരായിരിക്കും. എങ്കിലും അവർക്ക് പങ്കാളിയിൽ നിന്ന് പൂർണ്ണമായ വിശ്വാസവും പിന്തുണയും ലഭിക്കുകയും അത് അവർ ആസ്വദിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ ബന്ധങ്ങളിൽ ഉയർന്ന ലൈംഗിക തീവ്രത പ്രകടിപ്പിക്കുന്നു. ഈ സ്വഭാവം കാരണം അനുയോജ്യമായ പൊരുത്തം ലഭിച്ചില്ലെങ്കിൽ ഭരണിക്ക് സംതൃപ്തി നൽകാൻ ബുദ്ധിമുട്ടാണ്. ഇത് വൈവാഹിക ജീവിതത്തിൽ സങ്കീർണതകൾ സൃഷ്ടിക്കാനും ചില തീവ്രത സാഹചര്യങ്ങളെ മാനസിക അകൽച്ചയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ദശപ്പൊരുത്തത്തിന്റെ പ്രാധാന്യവും ശ്രേണീകരണവും. ദക്ഷിണേന്ത്യൻ സമ്പ്രദായത്തിൽ വിവാഹബന്ധം വിജയകരമായിരിക്കുന്നതായി 10 പൊരുത്തങ്ങൾ, അതായത് ദശപ്പൊരുത്തം, ഒരു അടിസ്ഥാന സ്കോറിംഗ് സംവിധാനമായി ഉപയോഗിക്കുന്നു. ഈ 10 പൊരുത്തങ്ങളിൽ ഉന്നതമായ പൊരുത്തം 10-7 പൊരുത്തം നേടുക എന്നതാണ്. എന്നാൽ നക്ഷത്രപ്പൊരുത്തം നൽകുന്ന സ്കോറിംഗിൽ പ്രാധാന്യം നാഡീദോഷം അല്ലെങ്കിൽ ചൊവ്വാദോഷം പോലുള്ള മാരകമായ ദോഷങ്ങൾ ഇല്ലാതിരിക്കുന്നതിനാണ്. ഗ്രഹനില പരിശോധന എപ്പോഴും നക്ഷത്രപ്പൊരുത്തത്തിന് മുകളിലായിരിക്കും. മുൻഗണന നൽകേണ്ടത് അതാണ്. ഒരു വലിയ ദോഷമുണ്ടെങ്കിൽ നക്ഷത്രപ്പൊരുത്തം പൂർണ്ണ സ്കോർ നൽകിയാലും ആ ബന്ധത്തിൽ അസാധുവാക്കപ്പെടും. നക്ഷത്ര പൊരുത്ത പട്ടിക: ഉത്തമം, മധ്യമം, അധമം. ഭരണി സ്ത്രീ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങളെ അവയുടെ പൊരുത്ത ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭരണി നക്ഷത്രത്തിന് യോജിച്ച പുരുഷ നക്ഷത്രങ്ങളുടെ വർഗീകരണം. പല ജ്യോതിഷ സ്രോതസ്സുകളിലെ വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ വിശദീകരണം നടത്തിയിരിക്കുന്നത്. ഭരണി സ്ത്രീ നക്ഷത്രത്തിന് യോജിച്ച പുരുഷ നക്ഷത്രങ്ങളുടെ വർഗീകരണം. ഭരണി സ്ത്രീക്ക് ഉത്തമമായി കാണുന്നത്, അതായത് 70% മുകളിൽ വരുന്നത് അശ്വതി, ചോതി, പുണർദം, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. നാഡീദോഷവും യോനി പൊരുത്തവും പരിഗണിച്ച് അതിശക്തമായിരിക്കണം. പൊരുത്ത ശതമാനം 76% മുതൽ 91% വരെ. മധ്യമത്തിൽ വരുന്നത് കാർത്തിക, രോഹിണി, തിരുവാതിര, ആയില്യം, ഉത്രം, അത്തം, വിശാഖം എന്നീ നക്ഷത്രക്കാരാണ്. പൊതുവായ പൊരുത്ത ശതമാനം 60% മുതൽ 69% വരെ. ഗ്രഹനില നിർബന്ധമായും പരിശോധിച്ച് കുറഞ്ഞത് 6 പൊരുത്തമെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കണം. അധമമായി കാണുന്നത് മകയിരം, മകം, പൂരം, ചിത്തിര, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ്. ഇവിടുത്തെ ശതമാനം 22% മുതൽ 53% വരെയാണ്. ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹനിലയിൽ ശക്തമായ 7ാം ഭാവാധിപന്റെ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. വിശാലമായ അനുയോജിത പട്ടികയിൽ പരിശോധിക്കുമ്പോൾ ഉത്രാടം, ശ്രാവണം തുടങ്ങിയ മറ്റ് നക്ഷത്രങ്ങളും ഭരണിക്ക് അനുകൂലമായ ലിസ്റ്റുകളിൽ കാണപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രങ്ങൾക്ക് മധ്യമ വിഭാഗത്തിലെ പൊതു നിയമങ്ങൾ ബാധകമായിരിക്കും. പൊരുത്തങ്ങളിലെ നിഗൂഢ ബന്ധങ്ങൾ. നക്ഷത്ര പൊരുത്ത പട്ടികയിലെ ചില വിവരങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിലൊന്ന് നാഡീദോഷ പരിഗണനയാണ്. ഭരണിക്ക് പൊതുവെ അനുകൂലമായി കാണുന്ന ചില നക്ഷത്രങ്ങളിൽ പോലും നാഡീദോഷം വരാനുള്ള സാധ്യത ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് പൂയം, പൂരാടം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളെ നാഡീദോഷത്തിനായി പ്രത്യേകം പരിഗണിക്കണം. നാഡീദോഷം സന്താന ഭാഗ്യത്തെയും ദീർഘായുസിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമാണ്. അതിനാൽ ഒരു നക്ഷത്രം മറ്റ് പൊരുത്തങ്ങളിൽ ഉയർന്ന സ്കോർ നൽകിയാലും നാഡീദോഷം ഉണ്ടെങ്കിൽ ആ ബന്ധം കർശനമായി ഒഴിവാക്കണം. നാഡീദോഷം ഒരു വീറ്റോ അധികാരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. യോനി വൈരുദ്ധ്യം. അശ്വതി നക്ഷത്രം 91% പൊരുത്തത്തോടെ ഭരണിക്ക് ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നു. എന്നാൽ അശ്വതിയുടെ യോനി, അശ്വയോനി കുതിര, ഭരണിക്ക് ഗജയോനി ആന, ശത്രുയോനിയാണിത്. ഈ വൈരുദ്ധ്യം വിശദീകരിക്കുന്നത് ഈ 2 നക്ഷത്രങ്ങളെയും രാശി മേടം ഒന്ന് തന്നെ ആയതിനാലും രാശിയാധിപങ്ങളുടെ പൊരുത്തം ചൊവ്വ കേതു ശക്തമായതിനാലുമാണ്
എന്നിരുന്നാലും ഭരണി സ്ത്രീയുടെ സ്വതസിദ്ധമായ തീവ്രമായ ലൈംഗിക സംതൃപ്തിയുടെ ആവശ്യകത, അത് കാരണം യോനി പൊരുത്തമില്ലായ്മ മറ്റു ഘടകങ്ങൾ എത്ര ശക്തമാണെങ്കിലും ശാരീരികവും മാനസികവുമായ അടുപ്പമില്ലെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. 10 പൊരുത്തങ്ങളുടെ വിശകലനം. ഭരണി നക്ഷത്രത്തിന്റെ 10 പൊരുത്തങ്ങളിൽ ഭരണിക്ക് ലഭിക്കുന്ന ഫലങ്ങളെയും അത് നൽകുന്ന അനുകൂല അവസ്ഥയെ ആശ്രയിച്ചാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഈ കാണുന്ന ചാർട്ടിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഓരോ പൊരുത്തം. ദിനപ്പൊരുത്തം, ഗണപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, സ്ത്രീ ദീർഘപ്പൊരുത്തം, യോനിപ്പൊരുത്തം, രാശിപ്പൊരുത്തം, രാശാധിപ പൊരുത്തം, പശ്യപ്പൊരുത്തം, വേദപ്പൊരുത്തം, നാഡീപ്പൊരുത്തം എന്നീ 10 പൊരുത്തങ്ങൾ. ദിനപ്പൊരുത്തം ദീർഘായുസും സൗഭാഗ്യവുമാണ് നൽകുന്നത്. 2, 4, 6, 8, 9, 11, 13, 15, 17, 19, 21, 23, 25, 27 എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമായി കാണുന്നു. ഉത്തമമാണിവ. ഗണപ്പൊരുത്തത്തിൽ സ്വഭാവ പൊരുത്തമാണ്. പ്രധാന പരിശോധന ആവശ്യമാണ്. ഭരണി മനുഷ്യഗണമാണ്. ദേവഗണവുമായോ മനുഷ്യഗണവുമായോ ഉള്ള പൊരുത്തം ഉത്തമമാണ്. രാക്ഷസഗണം ഒഴിവാക്കണം. അനുകൂല അവസ്ഥ മധ്യമമാണ്. മഹേന്ദ്രപ്പൊരുത്തം സന്താന സൗഭാഗ്യം നൽകുന്നു. പരിശോധന ആവശ്യമാണ്. പുരുഷന്റെ നക്ഷത്രം ഭരണിയിൽ നിന്ന് 4, 7, 10, 13, 16, 19, 22, 25 എന്നീ സ്ഥാനങ്ങളിൽ വരണം. മധ്യമമായി പരിഗണിക്കുന്നു. സ്ത്രീ ദീർഘപ്പൊരുത്തം സ്ത്രീയുടെ ദീർഘായുസും ഐശ്വര്യവുമാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. ഉത്തമമായി 13ാമത്തെ നക്ഷത്രത്തിന് മുകളിൽ വരുന്ന നക്ഷത്രങ്ങൾ നല്ല ഫലം നൽകും. അനുകൂലമാകുന്ന അവസ്ഥ ഉത്തമമാണ്. ബാക്കിയുള്ള പൊരുത്തങ്ങൾ ചാർട്ട് നോക്കി മനസ്സിലാക്കുക. പൊരുത്തങ്ങളുടെ മുൻഗണനാ ക്രമം. മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഭരണി നക്ഷത്രത്തിന്റെ പൊരുത്തങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ശുക്രന്റെ സ്വാധീനം, ഗജയോനി എന്നിവ ദാമ്പത്യ സുഖത്തിൽ നിർണായകമാണ്. അതുകൊണ്ട് യോനി പൊരുത്തത്തിന് ദീർഘായുസിനെ സൂചിപ്പിക്കുന്ന ദിനപ്പൊരുത്തത്തിനേക്കാൾ ഉയർന്ന പ്രാധാന്യം നൽകണം. യോനി പൊരുത്തമില്ലായ്മ ഭരണി നക്ഷത്രക്കാരുടെ സ്ത്രീകൾക്ക് സ്വതസിദ്ധമായ ഉയർന്ന സംതൃപ്തിയുടെ ആവശ്യകതയുമായി കൂടിച്ചേരുമ്പോൾ മറ്റു പൊരുത്തങ്ങൾ മികച്ചതാണെങ്കിൽ പോലും ബന്ധത്തിൽ സങ്കീർണതകൾ സൃഷ്ടിക്കാം. അതിനാൽ യോനി ഗണപ്പൊരുത്തങ്ങൾ ശാരീരികവും സ്വഭാവപരവുമായ ഐക്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി കണക്കാക്കണം. വിവാഹത്തിനുള്ള അനുകൂല സമയം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഏകദേശം 23 വയസ്സോടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. പുരുഷന്മാർക്ക് 26 മുതൽ 30 വയസ്സിനുള്ളിൽ വിവാഹ സാധ്യതകൾ കൂടുതലാണ്. ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രന്റെ 20 വർഷത്തെ ദശയിലാണ് ജനനം. ഏകദേശം 16-17 വയസ്സിൽ ശുക്രദശ അവസാനിക്കുമ്പോൾ തുടർന്ന് സൂര്യന്റെയോ ചന്ദ്രന്റെയോ ദശകൾ വരുന്നു. വിവാഹം പൊതുവെ നടക്കുന്നത് 7ാം ഭാവാധിപന്റെ അല്ലെങ്കിൽ 7ാം ഭാവത്തെ നോക്കുന്ന ഗ്രഹങ്ങളുടെ ദശാഭുക്തി കാലത്താണ്. 23 വയസ്സെന്നത് ഈ ദശാകാലങ്ങളിലെ മാറ്റങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു. 7ാം ഭാവാധിപനായ ശുക്രൻ അല്ലെങ്കിൽ അതിന്റെ ബന്ധുക്കളായ ഗ്രഹങ്ങൾ ദശകൾ 23നും 30നും ഇടയിൽ വിവാഹയോഗം സജീവമാക്കുന്നു. മുഹൂർത്തത്തിനായുള്ള നിയമങ്ങൾ. വിവാഹ മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർ പൊതുവായി പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹത്തിനുള്ള പൊതുമുഹൂർത്ത നിർദ്ദേശങ്ങൾ ഈ പട്ടികയിലുണ്ട്. തിഥി, വാരം, നക്ഷത്രം, കാരണം ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണി നക്ഷത്രം ഉഗ്രം എന്ന വിഭാഗത്തിൽ വരുന്ന നക്ഷത്രമാണ്. അതിൻ്റെ ദേവതയായ യമൻ പരിവർത്തനത്തിന്റെ അധിപനായതിനാൽ ഇത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനോ സ്ഥിരത ആവശ്യമുള്ള കാര്യങ്ങൾക്കോ പൊതുവെ ഒഴിവാക്കപ്പെടുന്നു. ഭരണി നക്ഷത്രം ശുഭകരമായി കണക്കാക്കുന്നത് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ, ഉദാഹരണത്തിന് ജോലിയിൽ നിന്ന് വിരമിക്കൽ, ശസ്ത്രക്രിയ, പൂർത്തിയാക്കിയ പ്രോജക്റ്റുകൾ ഇവ പോലുള്ള കാര്യങ്ങൾക്കാണ്. അതിനാൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയുടെ വിവാഹ മുഹൂർത്തത്തിന് സ്ഥിരതയും ദീർഘായുസ്സും നൽകുന്ന മറ്റ് മൃദുല നക്ഷത്രങ്ങളോ സ്ഥിര നക്ഷത്രങ്ങളോ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. ഗ്രഹനിലയും ദോഷ പരിശോധനയും. പൊതുവെ നക്ഷത്ര പൊരുത്തത്തിൽ നിന്നും ഗ്രഹനില പ്രകാരമുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നും അതിനുള്ള പൊതുവായ ഫലങ്ങൾ എന്താണെന്നും ഈ ഭാഗം നമുക്ക് പരിശോധിക്കാം. നക്ഷത്ര പൊരുത്തം അതായത് ദശാപ്പൊരുത്തം നൽകുന്ന സ്കോർ ദാമ്പത്യ വിജയത്തിനുള്ള ഒരു പ്രാരംഭ സൂചന മാത്രമാണ്. എന്നാൽ ഗ്രഹനില പ്രകാരമുള്ള ആഴത്തിലുള്ള വിശകലനം, ലഗ്നം, 7ാം ഭാവം, ഭാവാധിപൻ എന്നിവയുടെ ബലം, ദശാസന്ധി നിർബന്ധമാണ്. ഇവയൊക്കെ ചൊവ്വാദോഷം പോലുള്ള നിർണായക ദോഷങ്ങൾ ഗ്രഹനിലയിലുണ്ടെങ്കിൽ നക്ഷത്രപ്പൊരുത്തത്തിൽ ലഭിച്ച അനുകൂല ഫലങ്ങളെ പൂർണ്ണമായി റദ്ദാക്കാൻ അതിന് കഴിയും. അതിനാൽ വിദഗ്ധ പരിശോധനയിൽ ഗ്രഹനിലയ്ക്ക് എപ്പോഴും പരമമായ മുൻഗണന നൽകണം. ഭരണി നക്ഷത്രം മേടൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേടത്തിന്റെ അധിപൻ കുജൻ ചൊവ്വയാണ്. ഇത് ഭരണി സ്ത്രീകൾക്ക് സ്വാഭാവികമായും ശക്തമായ ചൊവ്വയുടെ ഊർജ്ജം നൽകുന്നു. ചൊവ്വാദോഷം പ്രധാനമായും 2 രീതിയിൽ ദോഷകരമാകാറുണ്ട്. സ്ഥലപരമായ ദോഷം, ലഗ്നം, ചന്ദ്രൻ അല്ലെങ്കിൽ ശുക്രൻ എന്നിവയിൽ നിന്ന് 1, 2, 4, 7, 8, 12 ഭാവങ്ങളിൽ കുജൻ നിൽക്കുന്നത് ദോഷകരമാണ്. ഫലപരമായ ദോഷം ഭരണിക്ക് 7ാം ഭാവമായ തുലാം രാശിയിൽ
ചൊവ്വ നിൽക്കുന്നത് ഭർത്താവുമായുള്ള ബന്ധത്തിൽ ഗുരുതരമായ തർക്കങ്ങൾ, ആധിപത്യ സ്വഭാവം അല്ലെങ്കിൽ വേർപിരിയാൻ സാധ്യതകൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഭരണി സ്ത്രീയുടെ സ്വതസിദ്ധമായ ആധിപത്യ സ്വഭാവം ചൊവ്വാദോഷം വഴി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ചൊവ്വാദോഷ പരിശോധനയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ദാമ്പത്യത്തിൽ സ്ഥിരമായ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും. ചൊവ്വാദോഷ പരിഹാരത്തിനായി ഏറ്റവും മികച്ച മാർഗം തുല്യമായ ചൊവ്വാദോഷമുള്ള ഒരു ജാതകവുമായി പൊരുത്തപ്പെടുക എന്നതാണ്. കുജൻ സ്വന്തം ക്ഷേത്രത്തിലോ മേടം, വൃശ്ചികം ഉച്ചത്തിലോ നിൽക്കുകയാണെങ്കിൽ ദോഷം കുറയും. ചൊവ്വാദോഷം കൂടാതെ 7ാം ഭാവത്തിൽ ശനി അല്ലെങ്കിൽ രാഹുവിന്റെ സ്വാധീനം വിവാഹ സംബന്ധമായ ദോഷങ്ങൾ സൃഷ്ടിക്കാം. 7ാം ഭാവാധിപന്റെ ബലം പ്രധാനമാണ്. ശുക്രൻ 6, 8, 12 ഭാവങ്ങളിൽ ദുർബലനായി നിൽക്കുകയാണെങ്കിൽ ദാമ്പത്യ സൗഖ്യത്തിനും ആകർഷണത്തിനും അത് ദോഷകരമായി ബാധിക്കാനിടയുണ്ട്. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ ശുക്രനെ ശക്തിപ്പെടുത്തുന്നതും യമനെ പ്രീതിപ്പെടുത്തുന്നതുമായ പരിഹാരങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ശുക്രന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വെളുത്ത പുഷ്യരാഗം ധരിക്കുന്നത് ഉചിതമാണ്. ഇത് ദാമ്പത്യ ബന്ധങ്ങളിലെ സൗന്ദര്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രത്നം ധരിക്കാൻ സാധിക്കാത്തവർക്ക് ശുക്രഗ്രഹശാന്തി ധൂപം ഉപയോഗിക്കുകയോ വെള്ളിയാഴ്ചകളിൽ ശുക്ര സ്തോത്രം ചൊല്ലുകയോ ചെയ്യുന്നത് ബന്ധങ്ങളിലെ സൗന്ദര്യവും ആകർഷണവും നിലനിർത്താൻ സഹായിക്കും. ഐശ്വര്യത്തിനായി ലക്ഷ്മി ദേവിയെയും പ്രതിബന്ധങ്ങൾ നീങ്ങുന്നതിനെ ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ഭരണി നക്ഷത്രക്കാരുടെ വിവാഹ വിശകലനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രധാന കണ്ടെത്തലുകളും ശുപാർശകളുമാണ് പ്രധാന ദോഷങ്ങളുടെ ഒഴിവാക്കൽ. നക്ഷത്രപ്പൊരുത്തത്തിൽ 7-ൽ-അധികം പോയിന്റുകൾ നേടണം. എന്നാൽ നാഡീദോഷവും ചൊവ്വാദോഷവും ഇല്ലെന്ന് ജാതക പരിശോധനയിലൂടെ കർശനമായി ഉറപ്പാക്കണം. ഈ ദോഷങ്ങളുണ്ടെങ്കിൽ മറ്റ് അനുകൂല ഫലങ്ങൾ പരിഗണിക്കാതെ ബന്ധം ഒഴിവാക്കേണ്ടതാണ്. യോനി ഗണപ്പൊരുത്തം. ഭരണി സ്ത്രീയുടെ തീവ്രമായ സ്വഭാവ സവിശേഷതകൾ കാരണം ശാരീരികവും സ്വാഭാവികപരവുമായ ഐക്യത്തെ സൂചിപ്പിക്കുന്ന യോനി പൊരുത്തത്തിനും ഗണപ്പൊരുത്തത്തിനും മറ്റു പൊരുത്തങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന പ്രാധാന്യം നൽകണം. ഗജയോനി പരിഗണിച്ച് ശത്രുയോനികൾ ഒഴിവാക്കണം. വിവാഹ പ്രായവും മുഹൂർത്തവും. ഭരണി സ്ത്രീക്ക് 23 വയസ്സിനോടടുത്തും പുരുഷന്മാർക്ക് 26 മുതൽ 30 വയസ്സിനിടയിലുമാണ് പൊതുവെ വിവാഹ യോഗങ്ങൾ വരുന്നത്. വിവാഹ മുഹൂർത്തം കണക്കാക്കുമ്പോൾ ഉഗ്ര നക്ഷത്രമായ ഭരണി നക്ഷത്രം ഒഴിവാക്കുകയും ശുഭകരമായ തിഥികളും വാരങ്ങളും തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി തിരഞ്ഞെടുക്കുകയും ചെയ്യുക. പൊതുവായ നക്ഷത്ര പൊരുത്ത പട്ടിക മാത്രം ആശ്രയിക്കാതെ ഓരോ ജാതകവും വിശദമായി വിശകലനം ചെയ്യാനും ദശാസന്ധി, 7ാം ഭാവാധിപന്റെ ബലം, ഗ്രഹങ്ങളുടെ ബലം ഇവയൊക്കെ നോക്കി ചൊവ്വാദോഷം തുലനം ചെയ്യാനും പരിചയസമ്പന്നരായ ജ്യോതിഷിയെ സമീപിക്കേണ്ടത് അനിവാര്യമാണ്.